വെൽക്കം ബാക്ക്. ഇനിയൊരു ജനകീയ വിഷയം ഒന്ന് പരിഹരിക്കണം. തിരുവനന്തപുരത്തെ കുടിവെള്ള ക്ഷാമത്തിന് താൽക്കാലിക പരിഹാരമാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അവിടെ രാവിലെ മുതൽ തന്നെ സമരമിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. 3 ദിവസമായി കുടിവെള്ളം കിട്ടാത്ത തീരദേശ മേഖലയിൽ ഉൾപ്പെടെ വെള്ള ടാങ്കർ ഇപ്പോൾ എത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രദേശവാസികൾ നടത്തിയ മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിനൊടുവിലാണ് കുടിവെള്ളം എത്തിയത്. റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി അറ്റകുറ്റപ്പണികൾ നടക്കുന്നതാണ് ജലവിതരണം മുടങ്ങാനിടയാക്കിയത്. കുടിവെള്ള പ്രശ്ന പരിഹാരത്തിനായി വാട്ടർ അതോറിറ്റിയിൽ കൺട്രോൾ റൂം ആരംഭിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഉറപ്പു നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം കന്യാകുമാരി റെയിൽവേ പാത ഇരട്ടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള പ്രധാന പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്ന പ്രവർത്തനമാണ് ആരംഭിച്ചത്. അതായത് 500 mm അതുപോലെ 700 mm ജലം രണ്ട് പൈപ്പ് ലൈനുകളാണ് മാറ്റി സ്ഥാപിക്കേണ്ടി വന്നത്. അതിൻ്റെ ഫലമായിട്ട് 44 കോർപ്പറേഷൻ വാർഡുകളിൽ ശുദ്ധജല വിതരണം ബാധിച്ചു. വിതരണം ചെയ്യാൻ വേണ്ടി കഴിയാത്ത സാഹചര്യം ഉണ്ടായി. പമ്പിങ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു കൺട്രോൾ റൂം വാട്ടർ അതോറിറ്റിയിൽ ഈ ആവശ്യത്തിന് വേണ്ടി മാത്രം പ്രത്യേകം തുറന്ന് പ്രവർത്തിക്കുമെന്നുള്ള നിലയിൽ ആലോചിച്ചിട്ടുണ്ട്. അഷിൻ ഡിയാഗോ നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിങ് അഷിൻ ഡിയാഗോ. ഇന്ന് രാവിലെ മുതൽ അവിടെ ആളുകൾ കുത്തിയിരുന്ന് കൊടവൊക്കെ മുട്ടി പ്രതിഷേധിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പൂന്തുറയിലടക്കം വലിയ പ്രതിഷേധമായിരുന്നു. ഇതിപ്പോൾ ഒരു താൽക്കാലിക പരിഹാരമാണോ? ഒരു സ്ഥിരം സംവിധാനം എങ്ങനെയായിരിക്കും ഇവർക്ക് ഏർപ്പെടുത്തി കൊടുക്കുക? അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നുണ്ടോ മന്ത്രി? സുജിയ, ഗുഡ് ഈവനിങ്. ഈ ഒരു പ്രശ്നം, അതായത് കഴിഞ്ഞ 2 ദിവസമായി തലസ്ഥാന നിവാസികൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുന്ന ഒരു സാഹചര്യം, അതിന് ഒരു ശാശ്വത പരിഹാരം, താൽക്കാലിക പരിഹാരം മാത്രമാണിത്. കാരണം ഞാൻ ഇപ്പോഴുള്ളത് ഈ പൂന്തുറ ഭാഗത്താണ്. രാവിലെ മുതൽ ഇവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും നമുക്ക് കാണാം, ഓരോ വീടിന് മുന്നിലും 2 ബക്കറ്റൊക്കെ വെച്ച് വീട്ടുകാരൊക്കെ പുറത്തിറങ്ങി നിൽക്കുകയാണ്. ഇപ്പോഴും ഇവർക്ക് വെള്ളം കിട്ടിയിട്ടില്ല. പക്ഷേ ഈ മന്ത്രി ഈ വെള്ളം സൗകര്യം ഒരുക്കും എന്ന് പറഞ്ഞതിന് ശേഷം ഒരു കോർപ്പറേഷൻ്റെ വണ്ടി, ചെറിയൊരു വണ്ടിയിൽ വന്ന് ഇവിടെ അത്യാവശ്യം ചിലർക്ക് വെള്ളമൊക്കെ കൊടുത്ത് പോയിട്ടുണ്ട്. മറുവശത്ത് കോൺഗ്രസ്സുകാരുടെ നേതൃത്വത്തിൽ ഇവിടെ ശുദ്ധജല വിതരണം നടത്തുന്നുണ്ട്. അവർ രാവിലെ 3 വട്ടം വന്നു പോയി. നേരത്തെ നമ്മൾ ഇവിടെ വന്നപ്പോൾ തന്നെ അവർ 1 വട്ടം കൂടി വെള്ളം തന്ന് പോയി കഴിഞ്ഞിരുന്നു. എന്തായാലും ഇവർക്ക് ഒരു ആവശ്യത്തിന് വെള്ളമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കുട്ടികൾ, നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം, കുട്ടികൾ ബക്കറ്റൊക്കെയായി വീടിന് പുറത്ത് നിൽക്കുകയാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. വെള്ളത്തിന് വേണ്ടി നിൽക്കുകയാണ്. വെള്ളം എത്ര ദിവസമായി വെള്ളമില്ലാതായിട്ട്? ഭയങ്കര പാടാണ് വെള്ളമില്ലാതെ. എവിടെ നിങ്ങളെല്ലാം പഠിക്കാം? സ്കൂളിൽ പോകുന്നില്ലേ? ഇന്നലെ സ്കൂളിൽ പോയില്ലേ? വെള്ളമില്ലാതെ എങ്ങനെ സ്കൂളിലൊക്കെ പോയി? കുളിക്കാതെ പോയി, പല്ല് വയ്ക്കാതെ പോയി, അങ്ങനെയെല്ലാം നിറയെ ഇതിൽ പോയി. കുടിക്കാനെങ്കിലും കുറച്ച് വെള്ളമെങ്കിലും ഉണ്ടോ? ഇതുപോലെ വെള്ളമേ ഉള്ളൂ. ഇപ്പോൾ ഫുഡ്, ഭക്ഷണം വയ്ക്കാനൊക്കെ വെള്ളം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം കടയിലാണ് മേടിക്കുന്നത്. ഇത് മേടിക്കാൻ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഹോട്ടലിൽ നിന്നൊക്കെ അവിടെ സിറ്റിയിൽ പോയി വാങ്ങിച്ചിട്ട് വരും. സുജയ, ഇതാണ് ഇവരുടെ ഒരു അവസ്ഥ. ഇവിടെ പൈസയ്ക്ക് വെള്ളം വാങ്ങേണ്ട ഒരു അവസ്ഥയിലാണ് ഈ കുട്ടികളും ഇവിടെ തന്നെ താമസിക്കുന്ന ആളുകളും. ഇവിടെ ഏതാണ്ട് 100-ോളം ആളുകളാണ്, അല്ലെങ്കിൽ 100-ലധികം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. അതിൽ 40,000-ഓളം ആളുകൾ ഇവിടെ തന്നെ ഉണ്ട്. ഇവർ കഴിഞ്ഞ 3 ദിവസമായി ഈ ഒരു ദുരനുഭവമല്ല, ഈ ഒരു അവസ്ഥയിലാണ്. വെള്ളമില്ല, മറ്റ് ആവശ്യങ്ങൾക്കൊന്നും വെള്ളമില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്, ഇവിടുത്തെ ആളുകളെല്ലാം തീര മത്സ്യത്തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത്. 4-5 ദിവസം കടലിൽ കിടന്ന് ആ ഉപ്പുവെള്ളമൊക്കെ സഹിച്ച് തിരിച്ച് ഈ കരയിലേക്ക് എത്തിയപ്പോൾ ആണ് അറിയുന്നത് 2 ദിവസമായി ഇവിടെ വെള്ളമില്ല എന്നുള്ളത്. പലരും ഇത്തരത്തിൽ നേരത്തെ ഇവിടെ വന്ന് നമ്മളോട് പറഞ്ഞിട്ട് പോയിരുന്നു. അമ്മ, വെള്ളമുണ്ടോ? 3 ദിവസമായി വെള്ളം വരുന്നില്ല. പാട്, ആഹാരം വ്യാപിക്കുന്നില്ല. കഷ്ടം, ഭയങ്കര കഷ്ടമാണ്. ഇങ്ങനെ വെള്ളമില്ലാതായിട്ടുണ്ടോ? അതായത് തുടർച്ചയായിട്ട് വെള്ളമില്ലാതായിട്ടുണ്ടോ? ഇല്ല, ഇപ്പം തന്നെ 3 ദിവസം വെള്ളം ഇല്ലാതായി. കോർപ്പറേഷൻ്റെ വണ്ടികൾ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു? ഇപ്പം എന്താ, ഒരു വെള്ളം കൊണ്ടൊന്നും അടി വെച്ച് പൊത്തുപോലെ ആളുകൾക്ക് കിട്ടി, കുറച്ചൊരു കിട്ടിയില്ല, എല്ലാം വെച്ചോണ്ടിരിക്കുന്നു. വെള്ളം വരാതെ പിന്നെ 3 ദിവസം കഴിഞ്ഞാൽ വരില്ലെന്ന്. അതാണ് ഇവർക്ക് മറ്റു കാര്യം, ഇവരുടെ ആവശ്യങ്ങൾക്കൊന്നും ഭക്ഷണം മാത്രമല്ലല്ലോ, മറ്റ് പ്രാഥമിക ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊന്നും വെള്ളമില്ല എന്നുള്ളതാണ്. കാരണം ഈ കടലിന് ഇത്രയും വെള്ളത്താൽ ചുറ്റിപ്പറ്റി കിടക്കുന്ന ഈ ഒരു തീരദേശ മേഖലയിൽ കുടിവെള്ളത്തിന് വേണ്ടി നാട്ടുകാർ ഓടുന്ന ഒരു അവസ്ഥയാണ്. എല്ലാ വീടുകളുടെ മുന്നിലും ബക്കറ്റുകൾ വെച്ചിരിക്കുന്നു. വയസ്സായവരുണ്ട്, കൊച്ചുകുട്ടികളുണ്ട്. തീർച്ചയായും അശ്വിൻ, നമുക്കത് കാണുമ്പോൾ അതിന്റെ ഒരു വിഷമം നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഒരു ശാശ്വത പരിഹാരം ഇവർക്ക് ഒരുക്കി കൊടുക്കണം എന്നുള്ളതാണ് നമുക്കും സർക്കാർ സംവിധാനത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. കാഴ്ചകൾ